എത്രയോ റമദാൻ നമ്മൾ ഇന്ന് പ്രായപൂർത്തി എത്തിയിട്ട് കഴിഞ്ഞു പോയി. ഖുർആൻ ഖത്മ് തീർക്കാത്ത ആളുകളുണ്ട് നമുക്കിടയിൽ. വേണ്ട റമദാനിലെ നോമ്പ് പോലും പകല് പോലും വ്യഭിചരിച്ചുകൊണ്ട് അഥവാ കണ്ണുകൊണ്ട് അശ്ലീലത കണ്ടുകൊണ്ടും കാതുകൊണ്ട് അശ്ലീലത കേട്ടുകൊണ്ടും കളഞ്ഞു കുളിച്ച ആളുകൾ നമുക്കിടയിലുണ്ട്. അശ്ലീലമായ പാട്ട് കേൾക്കുന്നവർ. ചെറുപ്പക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോ. നോമ്പെന്ന് പറഞ്ഞാൽ കേവലം ഉദര വ്യായാമം മാത്രമല്ല, വയറ് വെറുതെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല. നോമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അങ്ങനെ മനസ്സിലാക്കി ഒരുപാട് സഹോദര സമുദായത്തിൽപ്പെട്ടവർ വരെയുണ്ട്. ഭക്ഷണം കഴിക്കാതിരിക്കൽ മാത്രമാണ് നോമ്പ് മുസ്ലിമീങ്ങൾ. അങ്ങനെയല്ല. രാവിലെ പ്രഭാതം മുതൽ സുബൈ മുതൽ മഗ്രിബ് വരെ അങ്ങനെയല്ലല്ലോ. നോമ്പെന്ന് പറഞ്ഞാൽ അവൻ്റെതാകുന്ന ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും നാഥനായ റബ്ബിലേക്ക് സമർപ്പിക്കണം. അതിൻ്റെ ഒരു ഭാഗമാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക. കണ്ണുകൊണ്ടൊരു ഹറാമ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കും വാട്സാപ്പും അശ്ലീലതകളും കണ്ടുകൊണ്ടിരിക്കാൻ പാടില്ല. ഒരു അന്യ പെണ്ണിന്റെ നഗ്നമാക്കപ്പെട്ട ചിത്രത്തിലേക്ക്, ഒരു അന്യ പെണ്ണിന്റെ മുഖത്തേക്ക്, അത് തന്നെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാടില്ലാത്ത ഭാഗമാണ്. ഒരു അന്യ പുരുഷൻ നോക്കാൻ പാടില്ല, അന്യ സ്ത്രീയെ അവളുടേതാകുന്ന ഫോട്ടോ നോക്കാൻ പാടില്ല. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ അമലുകളെ കുറയ്ക്കുന്നതാണ്. നമ്മുടെ ആ റമദാനിലെ നോമ്പിന്റെ പ്രതിഫലത്തെ കുറയ്ക്കുന്നതാണ്. ഇത് പകല് മുഴുവൻ ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുക. റമദാനി നോമ്പ് എങ്ങും പോകണ്ടല്ലോ, സുഖമായിട്ട് റാഹത്തായിട്ട് കുറെ പടമൊക്കെ കണ്ടുകൊണ്ട് ആമസോൺ പ്രൈം വീഡിയോയിൽ ദൃശ്യം 2 ഒക്കെ കണ്ട് റാഹത്തായിട്ട് റമദാൻ കഴിച്ചു കൂട്ടുക. ഹലാസ്. എങ്ങനെ രക്ഷപ്പെടും? പുതിയ പടങ്ങൾ, റിലീസിന്റെ പടങ്ങൾ വരുന്നു പ്രൈം വീഡിയോയിൽ, ആമസോണിൽ. അതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് ഹാജിയറിയിരുന്ന് കാണുകയാണ്. റമദാൻ മുഴുവൻ ഹയാത്താക്കാണ്. പകല് മുഴുവൻ. രാത്രി തറാവീഹ് നിസ്കരിക്കാനുണ്ട്. നോമ്പ് പിടിച്ചു. വൈകുന്നേരം ആകുമ്പോൾ പള്ളി വരുന്നു, 3 പ്ലേറ്റ് കഞ്ഞി കുടിക്കുന്നു, തിരിച്ചു പോകുന്നു. എങ്ങനെ റെഡിയാവും? എങ്ങനെ നോമ്പ് ശരിയാകും? ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല നോമ്പ്. മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജാ ഫീ അൻ യദഅ തഅമഹു വശറാബാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മോശപ്പെട്ടതാകുന്ന സ്വഭാവ ദൂഷ്യങ്ങളെ ഒഴിവാക്കാതായ ആളുകൾ അവരുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുകയില്ല. അവരുടെ നോമ്പ് അല്ലാഹുവിന് വേണ്ട. നോമ്പ് നോക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ പകൽ മുഴുവനും നിലകൊള്ളുന്ന സഹോദര സഹോദരി, ആ സമയത്ത് സിനിമ കാണുന്നവരില്ലയോ, സീരിയൽ ദർശിക്കുന്നവരില്ലയോ, മോശപ്പെട്ടതാകുന്ന ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരില്ലയോ, ഞാൻ വ്യഭിചരിച്ചില്ലല്ലോ എന്ന് പറയുന്നവരെ, ഇത് കണ്ണിന്റെ വിചാരമാണ്, കാതിന്റെ വിചാരമാ. അന്യ പെണ്ണുമായിട്ട് മോശപ്പെട്ടതാകുന്ന ഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, കാതിന്റെ വിചാരമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫലൈസ ലില്ലാഹി ഹാജാ ഫീ അൻ യദഅ തഅമഹു വശറാബാ. അവർ ഭക്ഷണം ഉപേക്ഷിച്ചതിൽ അല്ലാഹുവിന് യാതൊരു അതിശയോക്തിയുമില്ല, ഒരു കാര്യവുമില്ല നോമ്പ് കൊണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് തഖ്വയാണ്. ലഅല്ലക്കും തത്തഖൂൻ. ആ നോമ്പിൽ നേടിയെടുക്കേണ്ട തഖ്വ ഏത് രീതിയിലാണ് മുസ്ലിമേ വേണ്ടത്? നിന്റെ ജീവിതത്തിൽ തൗബ ചെയ്യണേ, നിന്റെ ജീവിതത്തിൽ തൗബ ചെയ്യണേ. തൗബയ്ക്ക് മുമ്പുള്ള കടബാധ്യതകൾ, ജനങ്ങളോടുള്ളതാകുന്ന ബാധ്യതകൾ, ആരുടെയെങ്കിലും അഭിമാനത്തിന് ശതം വരുത്തിയവനാണ് എങ്കിൽ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിക്കണേ. സമ്പത്ത് കൊടുത്തു വീട്ടാനുള്ളതാണ് എങ്കിൽ അവരെ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിക്കണേ. ഇല്ലെങ്കിൽ സമ്പത്ത് കൊടുത്തു വീട്ടണേ. ഇല്ലെങ്കിൽ നിന്റേതാകുന്ന തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. സൃഷ്ടികളുമായിട്ടുള്ള കടമകൾ പൂർത്തീകരിക്കാതെ സൃഷ്ടാവുമായിട്ടുള്ള കടമകൾ അല്ലാഹു ഫലിപ്പിക്കൂല. അതിൽ അല്ലാഹു ഗുണം ചെയ്യുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. സൃഷ്ടികളുമായിട്ടുള്ള എല്ലാ ബാധ്യതകളും, അത് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമാകട്ടെ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധമാകട്ടെ, കുടുംബങ്ങൾക്കിടയിലുള്ള ബന്ധമാകട്ടെ, അയൽവാസികളുമായിട്ടുള്ള ബന്ധമാകട്ടെ, സമൂഹത്തോടുള്ള ബന്ധമാകട്ടെ, സമുദായത്തോടുള്ള ബന്ധമാകട്ടെ, ഈ നാട്ടിലുള്ളതാകുന്ന അന്യ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാകട്ടെ, അതെല്ലാം ഊഷ്മളമാക്കണേ. ഒരാള് പോലും ഒരാളോടും ഒരു വെറുപ്പോ വൈദ്യമോ നിന്നിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാവരോടും വളരെ നല്ല സ്നേഹ സമസ്രണമാകുന്ന പെരുമാറ്റത്തിലൂടെ നിലകൊണ്ടവന് മാത്രമേ വിശുദ്ധമായ റമളാനിലെ അമലുകൾ സ്വീകരിക്കപ്പെടും.
പരിഹരിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ സംശുദ്ധമായി കുടുംബ ബന്ധങ്ങൾ ചേർത്ത്, അയൽപക്കങ്ങൾ ബന്ധങ്ങൾ ചേർത്ത്, നാട്ടുകാരും കൂട്ടുകാരും എല്ലാ ബന്ധുക്കളുമായിട്ട് നല്ല സഹവർത്തിത്വത്തോടുകൂടി നിലകൊള്ളുന്ന ആള് നിനക്കിതാ പള്ളിയിലേക്ക് കടന്നു വരാ. ജമാഅത്തുകൾ ശ്രദ്ധിക്കാ പുരുഷന്മാരെ. വീടിന്റെ അകത്തലങ്ങളിൽ ആദ്യ വക്കത്തിൽ തന്നെ നിങ്ങൾ നമസ്കാരം ശ്രദ്ധിക്കണേ പെങ്ങളെ. പകൽ നോമ്പുകൾ കൃത്യമായി അനുഷ്ഠിക്കണേ. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ആ ഖുർആൻ എന്നോടാൻ തയ്യാറാകണേ. ഖത്മുകൾ പൂർത്തീകരിക്കണേ. നബിയുനാ റസൂലുള്ളാഹി ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും റമളാനിൽ 2 ഖത്മുകൾ തീർത്തിരുന്ന മഹാനാ. ആ ശാഫി ഇമാമിന്റെ മദ്ഹബിന്റെ അനുയായികളാകുന്ന നമ്മൾ ഖുർആൻ ഒരു ഖത്മ പോലും ഒരു മാസത്തിൽ ഓതി തീർക്കാത്തവരാണ്. കഴിഞ്ഞ വർഷം റമളാൻ കഴിഞ്ഞിട്ട് ഇക്കാലം അത്രയും ഖുർആൻ കൈകൊണ്ട് തൊടാത്ത മുസ്ലിമില്ലയോ? മൊബൈലിൽ നോക്കി ഓതുന്നവരില്ലയോ? ഖുർആൻ കൈകൊണ്ട് തൊട്ടാൽ അതിൽ കൊറോണ വരുമെന്ന് ഭയപ്പെടുന്നവരില്ലയോ? മുസ്ലിമേ ആഖിറത്തെ ഭയപ്പെട്ടുകൊണ്ട് നടക്കണേ. ആ ഖുർആനാണ്. ആ ഖുർആൻ നെഞ്ചിനോട് ചേർത്ത് വെച്ച് നിന്റെ ഹൃദയത്തിലേക്ക് പ്രകാശം പകരാൻ ഉപകരിക്കുന്ന വിധത്തിൽ പൊക്കി വെച്ചുകൊണ്ട് ആ ഖുർആൻ ഓതണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ഹൃദയത്തിന് കറ പിടിക്കും സ്വഭാവ. മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ ഹൃദയത്തിൽ കറുത്ത പുള്ളികളായി വരുകയാണ്. ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ ദംബൻ കാനത് നുക്തതൻ സൗദാ. കറുത്ത പുള്ളിയായിട്ട് ഹൃദയത്തിൽ വിശേഷിക്കുകയാണ്. ഇബാദത്തെടുക്കാനും തറാവീഹ് അടക്കമുള്ള നമസ്കാരങ്ങൾ ചിട്ടവെക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബിലും ശഅബാനിലും അല്ലാഹുവേ ബറക്കത്ത് ചൊരിയണേ. ആ റമളാൻ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ. ശരിക്കും ദ്വാരക്കണം. അത് തീർന്നിട്ടില്ല ദുആ. ഇപ്പോഴും നമ്മൾ ദ്വാരക്കാൻ മടിക്കുന്നവരുണ്ട്. ഇപ്പോഴും വക്കത്തുകൾക്ക് മറന്നു പോകുന്നവരുണ്ട്. പാടില്ല. എല്ലാ വക്കത്തിനും എല്ലാ സമയത്തും സദാസമയത്തും ദ്വാരക്കണം. ബറക്കത്ത് മുറ്റിയ സമയമാണ് ഇപ്പോഴും. ചോദിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ തൗബ ചെയ്ത് നിലകൊള്ളുക, കുടുംബബന്ധം പുതുക്കുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബബന്ധം എന്ന് പറയുന്നത് തുടക്കം മുതലേ ശ്രദ്ധിക്കണം. ഭാര്യയുമായിട്ടുള്ള ബന്ധം, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, എല്ലാവരും ഉൾപ്പെട്ടു. അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ എല്ലാ സമൂഹത്തോടുള്ള ബന്ധങ്ങൾ, കടബാധ്യതകൾ, അതെല്ലാം പൂർത്തീകരിച്ചിട്ട് അള്ളാഹുവിലേക്ക് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യുക. എന്നിട്ട് റമളാനിനെ വരവേൽക്കാൻ വേണ്ടി തയ്യാറാകുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. പടച്ചവനിലേക്ക് പറയും, തെറ്റിയാത്തവരാരുമില്ല. കുല്ലു ബിനി ആദമ ഖത്താഉൻ. ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്. പക്ഷെ അള്ളാഹു വലിയ ഇഷ്ടാരെന്നറിയോ? തൗബ ചെയ്യുന്നവരെയാണ്. അള്ളാഹുലേക്ക് ഏറ്റു പറയാൻ സന്നദ്ധരാകുക. പടച്ചവനെ ഞാൻ തെറ്റ് ചെയ്തു പോയി, നീ പുറത്തു താന്ന് പറയുന്നത് അള്ളാഹു വലിയ ഇഷ്ടമാണ്. ഈ ദുനിയാവിൽ സൃഷ്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കുമ്പോൾ വിഷമാണ്. മറ്റൊരാളോട് നമ്മളൊരു 10 രൂപ താന്ന് പറഞ്ഞ് 10 വട്ടം ചോദിച്ചാൽ നമുക്ക് അയാളോട് അനിഷ്ടക്കേടാണ്. നമ്മൾ വേഗം വാതിലടിച്ച് ഓടും. എന്നാൽ അള്ളാഹ്ക്ക് നേരെ തിരിച്ചാൽ എത്ര ചോദിക്കുന്നോ അത്ര അള്ളാഹുവിന് ഇഷ്ടമാണ്. ഉദ്ഉനി അസ്തജിബ് ലക്കും. എന്നോട് നിങ്ങൾ ചോദിക്കുന്ന ഞാൻ ഉത്തരം തരാം. ആ നാഥനോട് എന്തേ ചോദിക്കാത്തത്? പടച്ചവനോട് പറയും, രാത്രി 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ. ഇപ്പോഴേ തുടങ്ങി. 40 ദിവസം വിശുദ്ധമായ റമളാനിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമുക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. 40 ദിവസം ജുമുഅ ജമാഅത്തുകൾ കൃത്യത വെക്കുന്നവന് കാപട്യത്തിൽ നിന്ന് അല്ലാഹു മോചനം നൽകും, നരകത്തിൽ നിന്ന് അല്ലാഹു മോചനം നൽകും. സയ്യിദുനാ റസൂലുള്ളാഹി ബറാഅത്തും മിനൻ നാരി വ ബറാഅത്തും മിനൻ നിഫാഖ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ 2 കാര്യത്തിൽ മോചനമായിട്ട് രക്ഷപ്പെട്ടു. നരകീയ മോചനം കിട്ടാൻ വേണ്ടിയാണ് ഈ റമളാനിൽ അമൽ ചെയ്ത് അവസാനത്തെ 10 പൊട്ടിക്കരഞ്ഞ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് ദുആരക്കുന്നത്. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? 40 ദിവസം ജുമുഅ ജമാഅത്ത് പുരുഷന്മാർ ശ്രദ്ധിക്കാൻ, സ്ത്രീകളും ആദ്യ വഖത്ത് ശ്രദ്ധിക്കാൻ. 40 ദിവസം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒറ്റ വഖത്ത് ഒഴിയരുത്. നാളത്തെ സുബഹി മുതൽ പള്ളിയിൽ തന്നെ പോകണം. തഹജ്ജുദ് നിസ്കരിക്കണം. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് സുബഹിക്കുമ്പോൾ ദുആ ചെയ്യണം. പടച്ചവനോട് ദുആ ചെയ്യണം. തൗബ ചെയ്ത് ദ്വാരക്കണം. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ഒരു 100 എണ്ണം ചൊല്ലി സലാത്ത് അധികരിപ്പിക്കൽ. സലാത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാകുന്ന മാസമാണ് ഈ വിശുദ്ധമായ മാസം. സലാത്ത് അധികരിപ്പിക്കൽ, നല്ലതുപോലെ സലാത്ത് ഇല്ലേ, ആ സലാത്തിന്റെ എണ്ണം ഇൻഷാ അല്ലാഹ് നമ്മുടെ തഅലീമിന്റെ അവസാന ഭാഗം റമളാനിലെ 27 ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ.
നോമ്പിന്റെ വിഷയത്തിൽ അവർക്ക് വിട്ടുവീഴ്ചയില്ല. അശുദ്ധിയുടെ ഘട്ടങ്ങളിൽ നോമ്പ് പിടിക്കാൻ പറ്റാതായി പോയിട്ടുണ്ട്, അതിൽ വിട്ടുവീഴ്ചയില്ല. നിസ്കാരത്തിൽ നിങ്ങൾക്ക് വിട്ടുവീഴ്ചയുണ്ട്, നോമ്പിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല. കാരണം വിശുദ്ധമായ റമളാൻ വർഷത്തിൽ ഒരു പ്രാവശ്യമേ കടന്നു വരുള്ളൂ, ഒരു മാസമേ ഉള്ളൂ. അതുകൊണ്ട് അത് ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉമ്മമാര് പ്രത്യേകമായി ശ്രദ്ധിക്കും. പിന്നെ ഈ റമളാനിൽ ചിലപ്പോൾ അശുദ്ധിയുടെ ഘട്ടങ്ങളിൽ ചില നോമ്പുകൾ വീണ്ടും റമളാൻ കഴിയുമ്പോൾ വീണ്ടും നിനക്ക് വരും. അപ്പൊ നീ വീണ്ടും ബാക്കിയാക്കുക, ശഅബാൻ വരട്ടെ, റജബ് വരട്ടെ, അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് നീ പിന്തിപ്പിക്കുമ്പോഴും നോമ്പ് നോൽക്കുന്നതിനോടൊപ്പം, കഴിഞ്ഞ റമളാനിലെ നോമ്പ് നോൽക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ മുത്തുകൂടി ഓരോ നോമ്പിന് നിർബന്ധമായി തീരും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ ഒരു പിടി ആഹാരം, 1 ലിറ്ററിന് താഴെ ഉള്ളൂ എങ്കിൽ പോലും അത് ആഹാരം പാവപ്പെട്ടവർക്കായിട്ടുള്ള സദഖ, നമ്മൾ അരിയായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് നൽകേണ്ടി വരും. അത് ഓരോ റമളാൻ കഴിയുമ്പോഴും ഈ മുദ്ദിന്റെ എണ്ണം അധികരിക്കും. അവിടെയാണ് വിഷയം. ഒരുപക്ഷെ ചില ആളുകൾ ഈ സദസ്സിലുണ്ടാകും, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പുരുഷന്മാരടക്കം പ്രായപൂർത്തി എത്തിയതാകുന്ന തല മുതൽ 15 വയസ്സുള്ളതാകുന്ന കുട്ടിയായിരിക്കെ നിനക്ക് നോമ്പ് നിർബന്ധമായ ഘട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും നോമ്പ് നുറ്റുവിടാതുണ്ടെങ്കിൽ, അത് പിടിച്ചുവിടാതുണ്ടെങ്കിൽ, ഇപ്പോൾ 30 വയസ്സെത്തിയെങ്കിൽ അതിന്റെ മുദ്ദിന്റെ എണ്ണം എത്രയാണ് അധികരിച്ചിട്ടുള്ളത് മനസ്സിലാക്കണം. ഗൗരവമുള്ള വിഷയമാണ്. ഒരു നോമ്പിന് അപ്പൊ 10 നോമ്പുള്ളത് എത്രയാണ്? പ്രായപൂർത്തി എത്തിയ തലമുതൽ ഇങ്ങോട്ട് റമളാനിലെ നോമ്പുകൾ ഖളാ വീട്ടാനുള്ള പുരുഷന്മാരും സ്ത്രീകളും വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണിത്. ആഖിറത്തിൽ വലിയ ഹിസാബ് നേരിടേണ്ടി വരും. റമളാനിലെ നോമ്പിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലല്ലോ, നിർബന്ധമാക്കപ്പെട്ട നോമ്പാണിത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഞാൻ തുടക്കത്തിൽ തന്നെ ഇത് പറയുന്നത് ഗൗരവമായി ഇത് കണക്കാക്കേണ്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഉറക്കാമി പറയാം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ്. തീർച്ചയായിട്ടും നമ്മൾ വിട പറയേണ്ടവരാണ്. ആ വിട പറയുന്ന ഘട്ടത്തിൽ ആഖിറത്തിൽ പടച്ചറബിന്റെ ദർബാറിലേക്ക്, ഖബർ എന്ന് പറയുന്ന ഭയാനകമാകുന്ന ആ ഇരുട്ടറയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അമലായിട്ട് നമ്മൾ കൊണ്ടുപോകണം സഹോദരങ്ങൾ. എന്തെങ്കിലും നമ്മൾ ബാക്കിയാക്കണം. എന്താ നമ്മൾ ഈ ദുനിയാവിൽ ബാക്കിയാക്കിയിട്ടുള്ളത്? അവിടെ നമുക്ക് നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, ഏതെങ്കിലും അമലുകൾ ചോദിച്ചുകൊണ്ട് നമുക്ക് അവിടെ കുടുസാകാൻ പാടില്ല, ബുദ്ധിമുട്ടാകാൻ പാടില്ല. ആ ഖബറിലെ ചോദ്യോത്തരങ്ങൾ റാഹത്തായി നമുക്ക് കഴിയണം. മഹ്ശറയിലെ വിചാരണ നമുക്ക് റാഹത്തായിട്ട് മാറ്റപ്പെടണം. സ്വർഗത്തിന്റെ കവാടങ്ങൾ നമുക്ക് സന്തോഷകരമായി തുറക്കപ്പെടണം. നരകത്തിന്റെ കവാടങ്ങൾ നമ്മുടെ മേൽ അടയ്ക്കപ്പെടണം. ഇതൊക്കെ നമ്മുടെ നിയ്യത്തുകളാണ്. ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. സിറാത്ത് പാലം കടക്കാനുണ്ട്. മഹ്ശറയിലെ നീണ്ട വിചാരണ നമുക്ക് കിടക്കാണ്. ഖബറിലെ നീണ്ട വിചാരണ കിടക്കാണ്. ഇതൊക്കെ ഓരോ ലോകങ്ങളല്ലേ. ആലമുൽ ബർസഖ്, ആലമുൽ ഹശ്ർ കിടക്കാണ്. എത്ര ദിവസങ്ങളും എത്ര മാസങ്ങളുമാണ്. അവിടെയൊക്കെ നമുക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ ഈ കുറഞ്ഞ കാലഘട്ടമാകുന്ന ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അമൽ നമ്മുടെ ജീവിതത്തിൽ ശാശ്വതത്വം ലഭിച്ചിട്ട് വേണം. എന്താ നമുക്ക് അങ്ങനെ ഉള്ളത്? നിസ്കാരങ്ങൾ 5 വഖത്ത് പോലും ചിട്ടയില്ലാത്തതാകുന്ന ആളുകളോട് പിന്നെന്ത് പറയാനാണ്? നമസ്കാരം 5 വഖത്ത് പോലും ചിട്ടയില്ല നമ്മുടെ കളിയിൽ. അങ്ങനത്തെ ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവനെങ്ങനെ രക്ഷപ്പെടും? ഖബറിലെ ഹിസാബിൽ എങ്ങനെ രക്ഷപ്പെടും? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖബറിലും നാളെ മഹ്ശറയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഹിസാബ് ഇടുന്നത് നമസ്കാരത്തെ പറ്റിയാണ്. ഖബറിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ റബ്ബ് ആരാണ്, നിന്റെ നബി ആരാണ്, നിന്റെ ഇമാം ആരാണ്, നിന്റെ ഖിബ്ല ഏതാണെന്ന് ചോദിക്കുന്നത് പോലെ നാളെ ആഖിറത്തിൽ ചോദിക്കപ്പെടുന്നതും നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ ചോദിക്കപ്പെടുന്നതും ഇതെല്ലാത്തിനും ശേഷവും നമസ്കാരമാണ്, നമസ്കാരമാണ്. ഖബറിൽ ചോദ്യോത്തരങ്ങൾ പോലെയല്ല നാളെ മഹ്ശറയുണ്ടാവുക. അതെല്ലാം വ്യത്യസ്തമായ കോലമാണ്, കോലമാണ്. അതുകൊണ്ടല്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരു മനുഷ്യന് മരണമെത്തി കഴിയുമ്പോൾ അവൻ ചിന്തിക്കും അത്രേ എത്ര വലിയ വേദനയാണ്, എത്ര വലിയ പ്രയാസമാണ്, എത്ര വലിയ നൊമ്പരമാ ഈ മരണത്തിന്റെ വേദന. അതുമായി ബന്ധപ്പെട്ടതായ രംഗങ്ങൾ, അസ്റായീൽ അലൈഹിസ്സലാം ആത്മാവ് പിടിക്കാൻ വരുന്നതാകുന്ന രംഗങ്ങൾ,
രംഗങ്ങൾ എത്ര വലിയ പ്രയാസമാണ്. അതിനുശേഷം 6 അടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് അവൻ ചെല്ലുമ്പോ ആ ഖബറിലെ ചോദ്യോത്തരങ്ങൾ കാണുമ്പോ എല്ലാത്തിനും ശേഷം വീണ്ടും അവനോട് ചോദിക്കുകയാണ്, നിന്റെ നമസ്കാരം എവിടെ? നമസ്കാരത്തെ പറ്റി ഖബറിൽ ചോദ്യോത്തരങ്ങൾ ഇടപെടുമ്പോ, നിന്റെ അമലുകളെ പറ്റി ചോദ്യോത്തരങ്ങൾ ഉണ്ടാകുമ്പോ അപ്പോൾ അവൻ കരുതുകയാണ്, അല്ലാ എത്ര വലിയ വേദനയാണ്, എത്ര വലിയ ബുദ്ധിമുട്ടാണ് ഈ ഹിസാബിടൽ. യാ അല്ലാ, മരണത്തിന്റെ വേദന ഇതിലേക്ക് ചേർത്ത് നോക്കുമ്പോ വളരെ കുറവായിരുന്നല്ലോ അല്ലാ, എത്രമേൽ നിസ്സാരമായിരുന്നു അല്ലാ. ഖബറിലേക്ക് ചെല്ലുമ്പോൾ അവൻ കരുതുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. തീർന്നില്ല. ഖബറിൽ നിന്ന് ഖബർ പിളർന്ന നാളെ മഹ്ശറിലേക്ക് എത്തിപ്പെടുമ്പോ അതിന്റെ ഭീകരതകൾ അവന് കാണുമ്പോ അവൻ അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാ എത്ര വലിയ ബുദ്ധിമുട്ടാണ് അല്ലാ. മരണത്തിന്റെ വേദന ഇതിലേക്ക് ചേർക്കുമ്പോൾ എത്ര നിസ്സാരമായിരുന്നു അല്ലാ. മരണത്തിന്റെ വേദന മാത്രമല്ല, ഖബറിലേതാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ഖബറിലെ ഇടുക്കവും ഖബറിലെ ഞെരുക്കവും ഖബറിലെ അദാബുകളും ഖബറിലെ ചോദ്യോത്തരങ്ങളുമെല്ലാം ഈ ആഖിറത്തിലെ ഹിസാബിലേക്ക് ചേർത്ത് നോക്കുമ്പോ എത്ര എളുപ്പമായിരുന്നു അല്ലാ. ഇത് പറയാതെ ഒരു മുഅ്മിനും പോകുകയില്ല, ഒരു മുഅ്മിനും എത്തുകയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. നമ്മളെല്ലാവരും അത് പറയും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ഈ ദുനിയാവിൽ ശരിക്കും അമൽ ചെയ്തോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻ മുഅ്മിനിൻ യമൂതു ഇല്ലാ ലഹു നദിമാ. സഹാബ മുഅ്മിനായ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അവന് ദുഃഖമാണ്. അവൻ കരയുമേ, അവന്റെ മനസ്സ് വിറങ്ങലിക്കുമേ, മനസ്സ് പൊട്ടിക്കരയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തിനാണ് കരയുന്നത്? സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഖാലൂ വമൻ നദാമതു യാ റസൂലല്ലാഹ് വമാ നദാമതുഹു യാ ഹബീബല്ലാഹ്. മുഅ്മിനായ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ എന്തിനാണ് അവൻ കരയുന്നത് റസൂലേ? എന്തിനാണ് അവൻ പ്രയാസപ്പെടുന്നത് റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാ യസ്താദ, അവൻ ചെയ്തതാകുന്ന അമലുകളെ അവൻ ഖബറിലേക്ക് ചേർത്ത് നോക്കുമ്പോ ഖബറിലേതാകുന്ന ഹിസാബുകൾ നേരിടാൻ പ്രായോഗികമാണോ, അവിടെ എനിക്ക് കൂലി കിട്ടുമോ അവൻ ചേർത്ത് നോക്കുമ്പോൾ? നാളെ മഹ്ശറയിലെ ഹിസാബ് ഇടപെടുന്നതാകുന്ന രംഗങ്ങൾ ചിന്തിച്ചുകൊണ്ട് അവിടെയുള്ളതാകുന്ന വിചാരണ ഘട്ടത്തിൽ ഞാൻ ഈ ചെയ്തതാകുന്ന നന്മകൾ മുഴുവനും അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് അവൻ ആ കോടതിയിലെ ഹിസാബിലേക്ക് ചെറുക്കുമ്പോ ഇവൻ ചെയ്തത് കുറവാണ്, ഞാൻ ചെയ്തത് വളരെ കുറവാണ് അല്ലാ. അത് ചിന്തിച്ചുകൊണ്ട് അവന് കരയും. അല്ലാ യസ്താദാ, ജീവിതത്തിൽ അമലുകൾ കുറഞ്ഞു പോയല്ലോ അല്ലാ, നമസ്കാരം കുറഞ്ഞു പോയല്ലോ അല്ലാ, നോമ്പുകൾ കുറഞ്ഞു പോയല്ലോ അല്ലാ. പരിശുദ്ധമായ റമദാൻ കടന്നു വന്നിട്ട് ആ റമദാൻ കൊണ്ട് ഞാൻ എന്റെ ആഖിറത്തെ രക്ഷപ്പെടുത്തിയില്ലല്ലോ അല്ലാ. റമദാനിലെ നോമ്പുകൾ ഞാൻ കളഞ്ഞു കുടിച്ചല്ലോ റബ്ബേ. ആ റമദാൻ ഒഴിച്ച മറ്റൊരു നോമ്പുകൾ പോലും ഞാൻ അനുഷ്ഠിക്കാൻ സാധിച്ചില്ലല്ലോ അല്ലാ. എത്രയെത്ര സുന്നത്ത് നോമ്പുകൾ ഉണ്ടായിരുന്നു. എല്ലാ മാസത്തിലും അറബി മാസം 13, 14, 15 നിനക്ക് സുന്നത്തായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചില്ലയോ? തിങ്കളും വ്യാഴവും സുന്നത്തായി പഠിപ്പിച്ചില്ലയോ? 27, 28, 29 അയ്യാമുസ്സൂദി എന്ന പേരിലും പഠിപ്പിച്ചില്ലയോ? അതെല്ലാം നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കളഞ്ഞു കുളിച്ചില്ലയോ? റജബിന്റെ നോമ്പിന് തെളിവ് ചോദിച്ചുകൊണ്ട് നടന്നില്ലയോ? ശഅബാനിന്റെ നോമ്പിന്റെ ഹദീസ് ദഈഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതാകുന്ന സമൂഹമല്ലയോ? ഒരു അമൽ പോലും ജീവിതത്തിൽ ചെയ്യാത്തവനാണ്.
ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ടതായി ഇമാം നബവി തങ്ങൾ അദ്കാറിൽ പറഞ്ഞിട്ട് ആ വാക്കുകൾ മുഴുവനും തൃണവൽഗണിച്ചുകൊണ്ട് നടന്നവനല്ലയോ സ്വന്തമായി മുജ്തഹിദായി ജീവിതത്തിൽ പ്രഖ്യാപിച്ചവനല്ലയോ? നമസ്കാരങ്ങൾ ചിട്ടയില്ല, നോമ്പുകൾ ചിട്ടയില്ല, നോമ്പുകൾക്ക് ശ്രദ്ധ പതിപ്പിച്ചുമില്ല, എല്ലാത്തിനും തെളിവ് ചോദിച്ചുകൊണ്ട് സമൂഹത്തിൽ ബദ്ധവൈരിയായി നടന്നില്ലയോ? ഇതാ നീ ആഖിറത്തിൽ ഖേദിക്കുന്നവനാണ്, ഇതാ നീ മഹ്ശറയിൽ ഖേദിക്കുന്നവനാണ്, ഇതാ നീ ആറടി മണ്ണിന്റെ ഇരുട്ടറയിൽ വളരെയേറെ വ്യസനിക്കുന്നതാ. അല്ല അല്ല, റസൂലുള്ള പറയുന്നു മരിക്കുന്ന വേളയിൽ നീ പൊട്ടിക്കരയുന്നതാണ്. മാമിൻ മുഅ്മിനിൻ യമൂതു ഇല്ലാ ലഹു നദിമാ. മുഅ്മിനേ, മുഅ്മിനത്തെ, ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നമ്മളെല്ലാവരും കരയുമേ കരയുമേ, മരിക്കുന്ന വേളയിൽ ഹൃദയം നൊമ്പരപ്പെടുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമല് കുറഞ്ഞു പോയല്ലോ എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ കരയും. മോമിനിന്റെ കാര്യം പറഞ്ഞത് കേട്ടോ, മോമിൻ കരയുമെന്ന് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതിന്റെ അർത്ഥം മുനാഫിക്കും കാഫിറും കരയൂല. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവർ കരയുന്നില്ലല്ലോ ഉസ്താദെ. വാപ്പ മരിച്ചപ്പോൾ ഞാൻ അടുത്തുണ്ട്, അല്ലെങ്കിൽ ഇന്ന കുടുംബാതിൽ മരണപ്പെട്ടപ്പോൾ അടുത്തുണ്ട്, ഒരു കരച്ചിലും ഇല്ലായിരുന്നു, അവരുടെ മനസ്സിലൊന്നും ഒരു വിഷമോ ഇല്ലായിരുന്നു. നിങ്ങൾ കണ്ടില്ലല്ലോ, അവര് കരയുന്നത് ദുനിയാവിന് വേണ്ടിയായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾ. മോമിനായ മനുഷ്യൻ കരയുക ആഖിറത്തിലേതാകുന്ന ഹിസാബിടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിച്ച്, ഖബറിനെ കുറിച്ച് ചിന്തിച്ച്, ഈ ഭൗതിക ലോകത്ത് ഈ നന്മ ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കരയും. ഒന്നും കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ കരുതുക. ആരായി കരയുന്ന ആരാ? മോമിനാണ്. മോമിൻ എന്ന് പറഞ്ഞാൽ അവൻ 5 വഖത്ത് നിസ്കരിക്കുന്ന ആള് തന്നെയാണ്. അവനെല്ലാ നോമ്പ് അനുഷ്ഠിച്ചവനാണ്, അവനെല്ലാ സക്കാത്തും കൊടുത്തവനാണ്, അവനെല്ലാ സദഖകളും ചെയ്തവനാണ്, അവനെല്ലാ ഹദിയകളും നിർവഹിച്ചവനാണ്. അവന്റെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ഇല്ല, കാരണം അവൻ മുഅ്മിനാണ്. അങ്ങനത്തെ മുഅ്മിൻ കരയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ ആ മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. മോമിനായ മനുഷ്യൻ കരയും. ചിന്തിക്കണം, അത് വല്ലാത്തൊരു വാക്കാണ് പ്രവാചകൻ പറഞ്ഞത്. അത് പറഞ്ഞാൽ കപടവിശ്വാസി ഈമാനിൽ കാപട്യത പുലർത്തിക്കൊണ്ട് നടക്കുന്നവൻ ഒരിക്കലും കരയൂല. അവനൊരു ദുഃഖവും ഒരു പ്രയാസവും ഇല്ല, ഒരു വിഷമവും ഇല്ല, ഒന്നുമില്ല അവന്റെ മനസ്സിൽ. ദുന്യാവ് പോകുമെന്ന് ഓർത്തിട്ടവൻ കരയും, അതേ ഉള്ളൂ. ദുന്യാവ് പോകുമോ എന്ന് ഓർത്തിട്ടവൻ കരയും. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ആഖിറത്തിന് വേണ്ടി പ്രയത്നിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ നശിക്കാൻ പോവാണ്, എല്ലാം ഇല്ലാതാകാൻ പോവാണ്. ആഖിറത്തിന് വേണ്ടി തയ്യാറായിക്കോ, അതിനുവേണ്ടി തയ്യാറായി. റമളാനിന് മുന്നൊരുക്കം നടത്തേണ്ടത് ഇങ്ങനെയാണ്. നോമ്പുകൾ നോറ്റു വിടാനുള്ളതെല്ലാം നോറ്റു വീട്ടിയിട്ട് ശ്രദ്ധിക്കുക. റമളാന് മുമ്പ് എല്ലാ ഇടപാടുകളും കൊടുത്തു തീർക്കുക. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തീർക്കുക. എന്തിനു വേണ്ടി? റമളാൻ പരിപൂർണമായി നമ്മളിൽ നിന്നും സ്വീകരിക്കപ്പെടാൻ വേണ്ടി. കാരണം ഒരാൾക്ക് നമ്മൾ കൊടുക്കാനുള്ള ഒരു 10,000 രൂപ, അതിന്റെ പേരിൽ നമ്മുടെ അമലുകൾക്ക് സ്വീകാര്യത കുറയരുത്. അതുകൊണ്ടാണ്. ഇനി കടം കൊടുക്കാൻ തിരിച്ചില്ലേ, അദ്ദേഹത്തെ കണ്ടിട്ട് പറയുക, റമളാൻ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുതരാം. അങ്ങനെ അതാണ് മാന്യത. അല്ലാതെ അദ്ദേഹം ഫോൺ വിളിച്ചെടുക്കാതിരിക്കുക, മുങ്ങി നടക്കുക, അതല്ല. അവരുമായിട്ടുള്ള ബാധ്യതകൾ വീട്ടുക. കുടുംബക്കാര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പിണക്കങ്ങളോ ഉണ്ടോ, പോയി കണ്ടിട്ട് പൊരുത്തപ്പെടിക്കണം. ബന്ധങ്ങൾ പുതുക്കൻ. നോമ്പിന്റെ കാതലായ തഖ്വയുടെ വശം നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് നിലകൊള്ളണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വേഗം വരി, ഒന്ന് എഴുന്നേറ്റ്. യാ അല്ലാഹ്, എല്ലാവരും വരി. ബാബാ, എല്ലാവരും വരി. യാ അല്ലാഹ്, എഴുതുന്ന അടുത്തു ഒരു സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد صل عليه وسلم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال، وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. اللهم صل وسلم وبارك على سيدنا محمد شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف صورة الجسمانية ومعدن الأسرار الربانية
وخزائن العلوم الاستفائية صاحب القبضة الأصلية والبهدة السنية والرتبة العلية من اندرجت النبيون تحت لوائه فهم منه وإليه وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من نفنيت برحمتك يا الله ويا أرحم الراحمين. അർഹമുർറഹീമായ അല്ലാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ഒരുമിച്ചൂടൽ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അൽ ഹസാൻ സാധുസായ സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇതിന്റെ പ്രവർത്തകരെ നീ കബൂലാക്കണേ അല്ലാഹ്. അവർക്ക് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പിന്തുണച്ചിട്ടുള്ള സർവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്വർണം പണഞ്ഞവരുണ്ട്, സമ്പത്ത് പറഞ്ഞവരുണ്ട്, അവരുടെ എല്ലാവരുടെയും സ്വർണത്തിലും സമ്പത്തിലും ബാക്കി വെച്ചതിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ അല്ലാഹ്. അനുയോജ്യരായ ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ള ഇണകളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാഹ്. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ആബിദീങ്ങളാക്കണേ അല്ലാഹ്. ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. മുഖ്ലിസീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. ആലിമീങ്ങളോടും ദീനിന്റെ അഹ്ലുകാരോടുമുള്ളതാകുന്ന ഈ നാട്ടുകാരുടെ സ്നേഹബന്ധങ്ങൾ നീ നിലനിർത്തണേ അല്ലാഹ്. നീ നിലനിർത്തണേ അല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ റഹം ഖുലഫായി. അല്ലാഹുവേ പടച്ച റബ്ബേ, എൻ്റെ ഖുലഫാക്കൾക്ക് നീ കരുണ ചൊരിയണേ അല്ലാഹ്. ഖാലൂ വമൻ ഖുലഫാഉക യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, ആരാണ് തങ്ങളുടെ ഖലീഫ? ആരാണ് റസൂലേ റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലദീന യഅതൂന മിൻ ബഅദി വയറൗന അഹാദീസി വയുഅല്ലിമൂനഹന്നാസ്. എനിക്ക് ശേഷം കടന്നു വരുന്നതാകുന്ന പാവപ്പെട്ടതാകുന്ന ജനകോടികളിൽ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനും വിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതായ ആലിമീങ്ങളാണ്. അവരാണ് എന്റെ ഖലീഫ എന്ന് റസൂലുള്ളാഹി പറഞ്ഞവരുടെ കൂട്ടത്തിൽ പാപികളും ദോഷികളുമായ സദസ്സിലുള്ളതാകുന്ന ഉലമാക്കളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഞങ്ങളിലേക്ക് സമാഗതമാവുകയാണ്. ആ റമദാൻ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. വിശുദ്ധമാക്കപ്പെട്ട റജബിലും ശഅബാനിലും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ആ റമദാനിൽ ധാരാളം സുകൃതങ്ങൾ അനുഷ്ഠിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നോമ്പുകൾ നോറ്റുവീട്ടാൻ, സകാത്തുകൾ കൊടുത്തു വീട്ടാൻ, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന നന്മകൾ ചെയ്തു വെക്കാൻ, ദാനധർമ്മങ്ങൾ ചെയ്യാൻ, സദഖകളും ഹദിയകളുമായി വീട്ടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്തു വെക്കുന്ന എല്ലാ നന്മകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. നോമ്പുതുറ സൽക്കാരങ്ങൾ റാഹത്തായി നടത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ വിനീതന് വെള്ളിയാഴ്ച ദിവസം ഭക്ഷണം നൽകുന്നവരുണ്ട്, വിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ ഭക്ഷണം നൽകുന്നവരുണ്ട്. ഈ വിനീതനടക്കം ഒരുപാട് ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്. അവരുടെ ജീവിതത്തിൽ ഖൈർ കൊടുക്കണേ അല്ലാഹ്. ആലിമീങ്ങളോട് സ്നേഹം വെച്ചാൽ കിട്ടുന്ന നേട്ടം ചെറുതല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ അഹ്ലിൽ ഇൽമി. അഹ്ലുൽ ഇൽമിനെ പറ്റി ജിബ്രീലിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഹും സിറാജുൻ യാ റസൂലല്ലാഹ്. നബിയേ നബിയേ,
അവർ വിളക്കാണ്, വിളക്കാണ്. സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു നൽകുകയും ചെയ്യുന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഇവിടെ വന്നു ചേർന്ന ഒരുപാട് സഹോദര സഹോദരിമാർ വലിയ സ്നേഹബന്ധം വെച്ച് പുലർത്തുന്നവരാണ്. ആലിമീങ്ങളോട്, ദീനിന്റെ അഹ്ലുകാരോട്, ഈ വിനീതനോട് പ്രത്യേകമായി വലിയ മമതയും താല്പര്യമുള്ളവരാണ്. അവരുടെ ജീവിതത്തിൽ ഖൈർ കൊടുക്കണേ അല്ലാ. വെള്ളിയാഴ്ച ജുമയ്ക്കൊരു ആഹ്വാനം കൊടുത്തതിന്റെ പേരിൽ ഒരുമിച്ച് കൂടി ഒരുപാട് സഹോദരങ്ങളുണ്ട്. പാവപ്പെട്ടതാകുന്ന ഉമ്മമാരടക്കം വീടുകളിൽ പോയി പറഞ്ഞുകൊണ്ട് കടന്നു വന്നതാകുന്ന ഉമ്മമാരടക്കമുള്ളവരുണ്ട്. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കാൻ ഉപകരിക്കുന്നതായ സദഖകൾ ഞങ്ങൾ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ചെയ്തത് നീ സ്വീകരിക്കണേ അല്ലാ. സർവോപരി മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, വിനീതന്റെ ഉമ്മയടക്കം എല്ലാവരുടെയും ദറജ ഉയർത്തണേ അല്ലാ. ഞങ്ങളുടെ മഹല്ലുകളുടെ പ്രവിശാലമാക്കപ്പെട്ട ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. വിശുദ്ധമായ റമദാനിന് മുമ്പ് ഞങ്ങൾ കോവിഡിന് ശേഷം ഒരുമിച്ച് കൂടിയ ഒരു ആത്മീയ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് നിറകണ്ണുകളോടെ പാതിരാത്രി സമയത്ത് ശഅബാനിന്റെ പവിത്രമാക്കപ്പെട്ട രാവിൽ ഞങ്ങൾ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു റബ്ബേ. ഞങ്ങളുടെ കരങ്ങളെ നിരർത്ഥകമാക്കല്ല അല്ലാ, ബാത്തിലാക്കല്ല അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ വിഷയത്തിൽ ഞങ്ങളെ ശുപാർശകരായ കബൂലാക്കണേ അല്ലാ. അവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗീയ വസ്ത്രങ്ങൾ അണിയിക്കണേ റബ്ബേ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കേവർക്കും നൽകണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ.